അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും നമ്മൾ നമ്മുടെ വ്ളോഗ് നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇതുവരെ ഇങ്ങനൊന്നും സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഈ ഈച്ച വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പണ്ടിറങ്ങാൻ. നീ തീർന്നു. അപ്പൊ ഇനി എവിടെ തുടങ്ങണ്ടേ? എല്ലാത്തിനും കാണിച്ചു. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരു 2010 ഇവിടെ വന്ന് അന്ന് ഒരു ഓഡിയോ R8 കണ്ട ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് തൊട്ട് ഉണ്ടായ ഒരു ഡ്രീമാണ് ദുബായിൽ എത്തണം, എന്താണ് ഇവിടുത്തെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം, പ്രത്യേകിച്ച് കാർസ് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതൊക്കെ. അതിന്റെ ഭാഗമായിട്ട് 2020 സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി, മാഷാല്ലാ ഒരു ജോബൊക്കെ കിട്ടി. അതിൽ വർക്ക് ചെയ്ത് കുഴപ്പമില്ല എന്ന് അങ്ങനെ തോന്നിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ നമ്മുടെ ആഗ്രഹം അപ്പോഴും ബാക്കിൽ ഇങ്ങനെ കിടക്കുക. ഇതാണല്ലോ മെയിൻ ആയിട്ട് കിടക്കുന്നത്. കാരണം ജോബ് എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു, പാഷൻ കിടക്കുന്നത് വേറെ സ്ഥലത്തായിരുന്നു. അപ്പം ഇതിലോട്ട് എത്തണമല്ലോ. അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എന്താണ് കാർസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ചെറിയ ചെറിയ കാർ സെയിൽസ് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തു. ബട്ട് സ്റ്റിൽ നമ്മളുടെ ആഗ്രഹം റീച്ച് ആകാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ വിസിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ വിസിറ്റ് ചെയ്യുന്ന മൊമെന്റിൽ ഞാൻ അവിടെ ഈ കാർസൊക്കെ സ്ക്രാപ്പായിട്ട് കിടക്കുന്നത് കണ്ടു. ലക്ഷറി കാർസ്, മെയിൻലി റോൾസ് റോയ്സ്, ബെന്റ്ലി, ഫെറാറി, ഇങ്ങനത്തെ കാർസൊക്കെ ഓപ്ഷൻ ചെയ്യുന്ന കാർസ് ഇവിടെ സ്ക്രാപ്പായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചു. കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അതിൻ്റെ ഒരു ഓപ്ഷൻ നടക്കുന്ന ഡേ ഉണ്ട്. ആ ഡേ ഞാൻ അതിനായിട്ട് ഒരു വീക്കെൻഡ് ഡേ ഞാൻ അതിനായിട്ട് വിസിറ്റ് ചെയ്ത മൊമെന്റിൽ അവിടെ ഓപ്ഷൻ നടക്കുന്നുണ്ട്, ലേലം വിളി നടക്കുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ പലരും കാർ എടുത്തിട്ട് പോകുന്നുണ്ട്, അത് ബിൽഡ് ചെയ്ത് ഇറക്കുന്നവർ അവിടെ ഉണ്ട്. അങ്ങനെ ഈ ഒരു സംഗതികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എനിക്കും തോന്നി കാർ എടുക്കണം, നമുക്കും എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. എഗെയിൻ കുറച്ച് ക്യാഷൊക്കെ സമ്പാദിച്ച് അങ്ങനെ വെച്ച് ഒരു ദിവസം എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഞാൻ ഓപ്ഷനിലോട്ട് പോയി. അന്ന് ഞാൻ പോകുന്നത് ഒരു ചലഞ്ചർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അവിടെ എത്തി ആ ചലഞ്ചർ വേറൊരാൾ ബിഡ് ചെയ്ത് കൊണ്ടുപോയി. കാരണം ഹൈ പ്രൈസ് അവരെ ലേലം ചെയ്ത് അങ്ങനെ ചലഞ്ചർ കിട്ടില്ല. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വൈറ്റ് മസ്റ്റാങ് വിത്ത് ഗ്രീൻ സ്ട്രൈപ്പ്, അങ്ങനെ അതിങ്ങനെ ലേലം വിളിക്കാൻ വന്നു. ഞാൻ ജസ്റ്റ് ലേലം വിളിച്ചു. എൻ്റെ ഭാഗ്യത്തിന് വേറെ ആരും അത് വിളിച്ചില്ല. അങ്ങനെ ആ മസ്റ്റാങ് എനിക്ക് കിട്ടി. മസ്റ്റാങ് എനിക്ക് കിട്ടിയതിന് ശേഷം മനസ്സിലായത് അത് ഫുള്ളി ബിൽഡ് കാറായിരുന്നു, ഫുള്ളി മോഡിഫൈഡ് ട്യൂൺഡ് കാറായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ ഡ്രിഫ്റ്റ് കാർ. അങ്ങനെ എന്താ പറയുക, ആ ജേണിയിൽ ഏറ്റവും എനിക്ക് എന്താ പറയുക, എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം അത്ര പെട്ടെന്ന് ഈ ഒരു ചെറിയ പ്രായത്തിൽ നിന്ന് ഒരു മസ്റ്റാങ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അത് ഞാനിങ്ങനെ ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആണത്. ഓക്കെ, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നു. എഗെയിൻ കാർസ് ആൾക്കാർ എന്നോട് ചോദിക്കൽ തുടങ്ങി, ലൈക്ക് ഈ കാർ ഇറക്കി തരുമോ, ഇന്നത് ഇറക്കി തരുമോ, അങ്ങനെ നമ്മൾ ഈ ഇമ്പോർട്ടിങ് നമ്മൾ വൈഡ് ആക്കാൻ തുടങ്ങി. ഇമ്പോർട്ട് ചെയ്തതിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള ഒരു കാറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഡോഡ്ജ് ചലഞ്ചറിൻ്റെ V8 ആണ്. V8 തന്നെ സ്പെഷ്യൽ ആവാൻ കാരണം ഇത് TA എഡിഷൻ ആണ്. ഇതൊരു ക്ലബിന് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് ആണ്. ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നോർമൽ V8 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. എന്താ പറയുക, ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ പോലും അത് നമുക്ക് എന്താണ് കാണുമ്പോൾ ഒന്നും കൂടി അട്രാക്റ്റീവ് ആണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം, കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അതിൻ്റെ കീ ഡോഡ്ജ്. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കാർ ഉള്ളത് ഇപ്പം ഹാഫ് ഡെസേർട്ടിലാണ്. ഹാഫ് ഡെസേർട്ടിൽ അറിയാലോ, ദുബായിലെ നമുക്കൊരു വൺ ഓഫ് ദ മെയിൻ സ്പോട്ടാണ് എല്ലാവരും കാറൊക്കെ റിവ്യൂ ചെയ്യുന്നത്. എന്താ അല്ലേ? ഓ, അപ്പം നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് സംഭവം TA എഡിഷൻ ആണെങ്കിലും ഇതിൽ കിടക്കുന്ന കിറ്റ് SRT ആണ്. അതാണ് വൈഡ് ബോഡീസ് വരുന്നത്. ഇനി നമുക്ക് ഈ കാർ ഡിഫറൻസ് വരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് ഇവിടെ സ്പെഷ്യലി ഒരു ഇൻടേക്ക് സിസ്റ്റം ഉണ്ട്. ഇതാണ്ടില്ലേ, നമ്മളെ കൈയൊക്കെ ഇങ്ങനെ ഉള്ളോട്ട് പോകും. അത്രയും ഒരു വൈഡ് ആയിട്ടുള്ള വരുന്ന ഒരു ചെറിയൊരു ഹോളാണ്. ഓക്കെ, ഇതിലൂടെയാണ് ഇൻടേക്ക് സിസ്റ്റത്തിലോട്ട് എയർ സക്ക് ചെയ്യുന്നത്.
പിന്നെ നമുക്ക് ഈ കാർസിൽ ഈ ലൈൻസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ഇത് ചെയ്തതാണ്. നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് പ്രകാരം ഈ വൈറ്റ് ബോഡീസ് ആണെങ്കിലും അതങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ കാറ് മറ്റുള്ളതിന് സ്പെഷ്യൽ ആക്കുന്ന വേറൊരു സാധനം ഉണ്ട്. ഇതിന്റെ എഞ്ചിൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴാണ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എന്താ ഇത്? ഇതിന്റെ സ്റ്റോക്ക് ആയിട്ട് വരുന്ന ഇൻടേക്ക് സിസ്റ്റം ആണ്. നോർമലി ഒരു V8 ഡോഡ്ജിന് ഇങ്ങനല്ല ഇൻടേക്ക് സിസ്റ്റം ഉണ്ടാവുക. ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇത് ഫങ്ഷണൽ ഹുഡാണ്. ഇതിന്റെ സ്കൂപ്പ് ഒക്കെ ഫങ്ഷനിങ് ആണ്. ഇതിലൂടെ എയർ ഇൻടേക്ക് എടുത്തിട്ട് ഇതിലൂടെ അതിന് സക്ക് ചെയ്തെടുക്കും. അതുപോലെ ഇതിലൂടെയും. അപ്പൊ ഇത് ഫങ്ഷണൽ ആണ്. നോർമൽ ചലഞ്ചറിന് V8 ആണെങ്കിൽ കൂടെ ഇത് ഫങ്ഷണൽ ആയിരിക്കില്ല. ഈ ഒരു റിങ്സ് ഉണ്ടാവില്ല. ലൈറ്റ്സ് ഉണ്ടാവും, വണ്ടി കാണുന്ന അപ്പിയറൻസ് സെയിം ആയിരിക്കും. ബട്ട് ഇവിടെ ഈ ഹോൾസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കാർ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ കാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മസിൽ കാർസിൽ ഏറ്റവും കൂടുതൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കാറാണ് ഡോഡ്ജ് ചലഞ്ചർ. ഇത് കണ്ടില്ലേ? എന്താ ഇതിന്റെ ഒരു അഗ്രഷൻ എന്താ അല്ലെ? ഇത് ഒരു ഗോൾഡൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇത് യെല്ലോയും അല്ല ഓറഞ്ചും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഇത് നോർമൽ DRL ആണ്. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇതിലാണ് വരിക. ഓക്കെ, ഇതാണ് DRL ലൈറ്റ്സ്. ഞാൻ പറഞ്ഞല്ലോ ഇത് സ്പെഷ്യലി മോഡിഫൈഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വൈറ്റ് ബോഡീസ്, സ്ട്രൈപ്പ് ലൈൻസ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഒരു SRT ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രൈപ്പ് ലൈൻസ് ഇവിടുന്ന് നമ്മൾ വണ്ടിന്റെ ഫ്രണ്ട് തൊട്ടിട്ട് ബാക്ക് ടിൽ ബമ്പറിന്റെ എൻഡ് വരെ ഉണ്ട്. ഇത് വൈറ്റ് ബോഡി, ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഈ വീൽസ് അതിനനുസരിച്ച് സ്പേസർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. SRT വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ അതേ വൈറ്റ് ബോഡി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ഇതിന് ആൾറെഡി ഇൻബിൽട്ട് ആയിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കേഴ്സ് ടിൽ എൻഡ് വരുന്നുണ്ട്. നമുക്ക് ആ V8 എഞ്ചിന്റെ ഒരു റോർ ഫീൽ നമുക്ക് ഇവിടെ എൻഡ് പൈപ്പിന്റെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ്, ചലഞ്ചർ TA എഡിഷൻ ബാഡ്ജിങ് ഇവിടെ നമുക്ക് കാണാം. അതുപോലെ സീറ്റിലും ഉണ്ട് കേട്ടോ TA എഡിഷന്റെ ബാഡ്ജിങ്. ആൻഡ് സീറ്റിന് പ്രത്യേകത ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത്. വളരെ കുറവാണ്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഈവനിങ് ആണ് ഇറങ്ങിയത്. കാരണം ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഈവനിങ് ആണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് ഒന്നും കൂടെ നേരത്തെ ഇറങ്ങാൻ ട്രൈ ചെയ്യും. അപ്പം നമ്മൾ എക്സ്റ്റീരിയർ പാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം കണ്ടല്ലോ. ഇനി നമ്മൾ ഇന്റീരിയർ പാർട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അതിനുള്ളിലും കുറച്ച് മോഡിഫിക്കേഷൻസ്, കാർബൺ ഫൈബർ പോലെ അതിന്റെ ഡിസൈൻസിലൊക്കെ നമ്മൾ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആയിരുന്നു, അപ്പൊ അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് സ്പെഷ്യൽ സീറ്റ്സ് ആണ് വരുന്നത്. സ്പെഷ്യൽ സ്റ്റിയറിംഗ്, കാർബൺ ഫൈബറിൽ ചെയ്ത സ്റ്റിയറിംഗ്സ്, സീറ്റിന് TA എഡിഷൻ ബാഡ്ജിങ്, വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിന്റെ ഒരു സീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ഒരു കൂപ്പേ കാർസിന്റെ പോലെ അല്ല. അതായത് ഒരു നമുക്ക് ഒരു നോർമൽ ഒരു കാറിന്റെ സീറ്റ് പോലെ തന്നെ നല്ല ഹഗ് ചെയ്തിട്ട് ഇരിക്കുന്ന സീറ്റാണ്. ലൈക്ക് നമുക്ക് ഒരു കോൺഫിഡൻസ് കൂടുതൽ തരും. നോട്ട് ലൈക്ക് എ സ്റ്റിഫ് കൈൻഡ് ഓഫ് സീറ്റ് ഒന്നുമല്ല. നല്ല കോൺഫിഡൻസ് തരും, നല്ല കംഫർട്ട് തരും, നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സീറ്റാണ്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഇതൊരു ഡെയിലി യൂസേജ് കാറാണ്. ലൈക്ക് നമുക്ക് എല്ലാവരും പറയും ഡോഡ്ജ് നമുക്ക് ഡെയിലി യൂസേജ് പറ്റുമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡെയിലി യൂസേജ് നിന്ന് പറ്റും. ലൈക്ക് ഓഫീസിൽ പോകാനും തിരിച്ചു വരാനൊക്കെ ഞാൻ വെരി കംഫർട്ടബിൾ ആണ് ആ കാര്യത്തിലൊക്കെ. ഞാനിത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിലാട്ടോ പറയുന്നത്, വെറുതെ ഞാനൊരു ഇത് പറയല്ല. ഞാൻ ഓഫീസിൽ പോകാറുണ്ടായിരുന്നു, അതൊന്നും പ്രോബ്ലം അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലോങ് പോവുകയാണ്, ഫാമിലിയിൽ കൂട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു റിസ്ക് അല്ല, ഒരു കുറച്ചൊരു കംഫർട്ടബിലിറ്റി കുറവായിട്ട് ഉണ്ടാവുക എന്നുള്ളത്, അൺകംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്റീരിയറിൽ ഒരു സ്ക്രീൻ കാര്യങ്ങളൊക്കെ നോർമൽ ഒരു മൾട്ടിമീഡിയ സ്ക്രീൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ, നമ്മൾ ടാക്കോമീറ്റേഴ്സ്, പിന്നെ ഇതിന്റെ സ്റ്റീരിയോന്റെ അകത്ത് ഇതിന്റെ പെർഫോമൻസിന്റെ എല്ലാവിധ സംഗതികളും നമുക്ക് കാണാൻ പറ്റും. ടോർക്ക് എത്രയാണ്, നമ്മുടെ വണ്ടി ഐഡ്ലിങ്ങിന്റെ അവസ്ഥ എന്താണ്, എത്ര സ്പീഡിലാണ് നമ്മൾ പോകുന്നത്, എന്താണ് സ്റ്റിയറിംഗ് ആംഗിൾസ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ സംഗതിയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കും. ഇപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻജിൻ പവർ ഫിഗർ ഒക്കെ പറയാൻ വിട്ടുപോയി എന്നുള്ളത്. അതുകൊണ്ടൊന്നല്ല, ആക്ച്വലി അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്.
ഞാൻ എഞ്ചിൻ പവർ ഫിഗർ പറയുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ഗ്രണ്ടൊക്കെ കേൾപ്പിക്കണം, എക്സോസ്റ്റിൻ്റെ ഗ്രണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കണം എന്ന് കരുതിയോണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് ഞാൻ പറഞ്ഞുതരാം. 5.7 V8 RT എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അറൌണ്ട് 377 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോട്ടോ, ശരി ഓർത്തുന്നോളി. ഇതിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ഞാനേ ഇത് കൊടുത്തിട്ട് RPM കട്ടാവുക, എന്താ ചെയ്യാ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കാർസ് ഇനിയും കൊണ്ടുവരും. ഇൻഷാല്ലാ കമ്മിങ് ഡേയ്സിൽ നമ്മളൊരു ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മളിതിൻ്റെ പിന്നാലെയാണ് ഉള്ളത്. കാരണം വർക്ക്സും കാര്യങ്ങളും രണ്ടും പാരലായിട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പം അതിൻ്റേതായ ഒരു ഡിലേ ഉണ്ടാവുമെങ്കിലും ഞാനൊന്നും കൂടെ അത് ബെറ്റർ ആക്കാൻ ട്രൈ ചെയ്യും. ലൈക്ക് ഒന്നും കൂടി സ്പീഡായി കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഈ വണ്ടിനെ കുറിച്ച് സ്പെഷ്യലി അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വണ്ടി വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇമ്പോർട്ട് ചെയ്ത് തരാം. അതെല്ലാം ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഓപ്ഷൻ ചെയ്ത് ബിഡ് ചെയ്തിട്ട് എടുത്തുതരാം. ഇനി GCC വണ്ടിയെ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ അത് ഹണ്ട് ചെയ്തിട്ട് എടുത്തുതരാം. അത് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് DM ചെയ്താൽ മതി. സോ സപ്പോർട്ട് ചെയ്യുക, ഇനിയും കാർസ് വരും. ഇപ്പം ടൈം ഡിലേ കൊണ്ട് നമ്മൾ ഈ ഒരു വ്ളോഗ് കുറച്ച് ഫാസ്റ്റായി പോയി, വെരി സോറി. ഓക്കെ, നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ബൈ.